ഹലോ ഫ്രണ്ട്സ്, എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇത് ഞാൻ മണ്ണിലും വെള്ളത്തിലും വെച്ചിരിക്കുന്ന ചെടികളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ എടുക്കാൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഏതെല്ലാം ചെടികൾ വെള്ളത്തിൽ വളർത്താം എന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഈ പലർക്കുള്ള സംശയമാണ്, വെള്ളത്തിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ക്ലീൻ ചെയ്യേണ്ട വിധവും ഒക്കെ എങ്ങനെയാണെന്നുള്ളത്. ഇപ്പോൾ സൻസവേരയുടെ പ്ലാന്റാണ്. ഇതിപ്പോൾ ഞാൻ വെച്ചിട്ടൊരു മാസത്തിൽ കൂടുതലായി. എൻ്റെ 3 ടൈപ്പ് പ്ലാന്റ് ഉണ്ട്. ഇത് എൻ്റെ മിനിയേച്ചറാണ്, അതും വെള്ളത്തിൽ തന്നെ വെച്ചിരിക്കുന്നത്. അതുപോലെ നീളം കൂടിയത് സൻസവേര സ്നേക്ക് പ്ലാന്റ് എന്നൊക്കെ പറയും, മണ്ണിലും വെച്ചിട്ടുണ്ട് അതിന്. ഇത് ക്രോട്ടൺ പ്ലാന്റാണ്. അപ്പോൾ ഞാൻ കുപ്പികളൊക്കെ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കണം, ചെടിച്ചട്ടി. എപ്പോഴാണ് ആവശ്യം വരുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ, അതനുസരിച്ച് അത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇതൊന്നും വെള്ളത്തിൽ വെച്ചിരിക്കുന്നതാണെങ്കിലും വലിയ കുഴപ്പമില്ല. വെള്ളത്തിൽ ഒരു 2 മാസത്തോളം വേര് പിടിച്ച് നന്നായിട്ട് വളരുന്നുണ്ട്. അപ്പോൾ നമുക്ക് 1-2 പ്ലാന്റ് ക്ലീൻ ചെയ്യേണ്ടതിനാണെന്ന് കാണിച്ചു തരാം. ഇതൊന്ന് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. നമ്മുടെ ബിഗോണിയാണ്, നന്നായിട്ട് വെള്ളത്തിൽ വളരുന്ന ഒരു ചെടിയാണ് ബിഗോണിയ. അതുപോലെ ഇത് അടുത്തൊരു പ്ലാന്റ് ഇതാണ്. ഇത് വെച്ചിട്ട് 1-2 കൊല്ലത്തോളം 2 കൊല്ലത്തിൽ കൂടുതലായുണ്ട്. ആ പൂപ്പലൊക്കെ പിടിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും. ആഴ്ച ഒരിക്കൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അതിൻ്റെ നീളം കണ്ട, ഇത്ര നീളമുണ്ട്, ഏതാണ്ട് 1 മീറ്ററോളം നീളം വെച്ചിട്ടുണ്ട്. ഇത് സോങ് ഓഫ് ഇന്ത്യ ആണ്. ഇത് നന്നായിട്ട് വെള്ളത്തിൽ വളരുന്ന ചെടിയാണ്. അത് ഞാൻ പ്രൂൺ ചെയ്ത് വീട്ടിൽ മുൻവശത്ത് ഇതിൻ്റെ പ്ലാന്റ് ഉണ്ട്. അപ്പോൾ അത് പ്രൂൺ ചെയ്തപ്പോൾ എടുത്ത് വെള്ളത്തിൽ വെച്ചാണ്. ഇങ്ങനെ നിങ്ങൾക്ക് വെള്ളത്തിൽ സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. മണ്ണ് വേണ്ട, അതുപോലെ വളം വേണ്ട. പിന്നെ ആഴ്ച ഒരിക്കൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അതൊക്കെ വെള്ളത്തിൽ നന്നായിട്ട് വളരുന്ന ചെടികൾ തന്നെ. കാർഡോൽ ലില്ലി, ക്രിസ്മസ് ലില്ലി എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന ഒരു ചെടിയാണ്. ഇതുണ്ട്, വെള്ളത്തിൽ നന്നായിട്ട് വളരുന്ന ചെടി തന്നെയാണ്. അതുപോലെ ഫിലോഡോണ്ടൻ്റെ ബെർലി മാക്സാണ്. ഇത് വെള്ളത്തിൽ നന്നായിട്ട് വളരുന്ന ഒരു ചെടിയാണ്. ഇൻഡോർ നമുക്ക് നന്നായിട്ട് വെച്ച് വളർത്താൻ പറ്റുന്ന ചെടിയാണ്. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തായിരുന്നു. നമ്മുടെ മുസാണ്ട ഞാൻ വേര് പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, വേര് ചെറുതായിട്ട് പിടിച്ച് വന്നു. അത് വെള്ളത്തിൽ മുട്ടിച്ച് വെക്കണം. കണ്ടോ, ചെറിയൊരു മുളയും വരുന്നുണ്ട്. അപ്പം മുസാണ്ട നമുക്ക് വേര് പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ചെടി തന്നെയാണ്. കണ്ടോ, വേരാ കാണുന്നത്. അപ്പോൾ ഇതൊക്കെ അലോക്കേഷ്യ, അങ്ങനെ എല്ലാ ചെടികളും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വിശദമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ വെള്ളത്തിൽ നന്നായിട്ട് വളരുന്നതാണ്. സിങ്കോണിയം പിങ്ക് കളറാണ്. അതുപോലെ ഡ്രസ്സീനയുടെ ഈ പ്ലാന്റ്, അങ്ങനെ ഒട്ടനവധി പ്ലാന്റുകൾ നമുക്ക് വെള്ളത്തിൽ വളർത്താവുന്നതാണ്. ഞാനിപ്പോൾ വീഡിയോ ആയിട്ട് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ക്ലീൻ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നിലേക്ക് കട്ട് ചെയ്യാം, അല്ലെങ്കിൽ കട്ട് ചെയ്ത് പ്ലാന്റ് എടുത്ത് മാറ്റാം, അല്ലെങ്കിൽ ഇവിടുന്ന് കട്ട് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാവുന്നതാണ്. ഇത് നമുക്ക് ഇതേപോലെ ഉള്ള ഒരു വേറെ ബോട്ടിൽ സെറ്റ് ചെയ്ത് വെക്കാം. ഇങ്ങനത്തെ ബോട്ടിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇതൊക്കെ. ഇപ്പോൾ ഈ ബോട്ടിൽ ഉപയോഗിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വെക്കാൻ നല്ല സ്പേസേ ഉള്ളൂ, ഈ ഭാഗത്ത് വെക്കാൻ സ്പേസ് കുറവാണ്. അതുകൊണ്ടാണ് അത് തിരഞ്ഞെടുത്തിരിക്കുന്നത്.
അപ്പോൾ ഇത് കട്ട് ചെയ്ത് വെക്കേണ്ട ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ കാണിച്ചു തരാം. ഈ പ്ലാന്റ് നിങ്ങൾക്ക് ഒന്നിലെ ഇവിടം വെച്ച് കട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇത് ഇവിടം വെച്ച് കട്ട് ചെയ്യാം. ഇവിടം വെച്ച് കട്ട് ചെയ്ത് നമുക്ക് എടുക്കാവുന്നതാണ്. ഇവിടം വെച്ച് കട്ട് ചെയ്ത് ഒരു ഇതുണ്ടെങ്കിൽ നമുക്ക് ഇവിടം വെച്ച് കട്ട് ചെയ്യാം. അപ്പോൾ വേരൊന്നും പോവാതെ എന്നിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു കുപ്പിയിൽ നിങ്ങൾക്ക് ഇറക്കി വെക്കാം. എപ്പോഴും നല്ലത് ഇവിടുന്ന് കട്ട് ചെയ്യുന്നതാണ്. ഇവിടുന്ന് കട്ട് ചെയ്യാം. ഇവിടുന്ന് കട്ട് ചെയ്ത് ഇറക്കി വെള്ളത്തിൽ അടുത്തൊരു ബോട്ടിൽ നമുക്ക് ഇറക്കി വെക്കാവുന്നതാണ്. അതുപോലെ ഇത് ഒന്നില്ല ഇത് ക്ലീൻ ചെയ്തെടുക്കാം. ബിഗോണിയ ക്ലീൻ ചെയ്തെടുക്കാം. ഇതിപ്പോൾ 2-3 മാസം ഞാൻ ഇത് ക്ലീൻ ചെയ്തിട്ട്. ഇതേപോലത്തെ ഒരു ബോട്ടിൽ എടുത്തിട്ട് വേണമെങ്കിൽ കുറച്ച് കല്ലിട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ച്, കല്ലിടാതിരിക്കണമല്ല, കാരണം നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ പിന്നെ കല്ലും ക്ലീൻ ചെയ്യാൻ നോക്കാം. ഇങ്ങനെ നമുക്ക് സെറ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. ഇത് പുതിയ ഇല വരുമ്പോൾ നല്ല ഭംഗിയിൽ നിൽക്കും. ഞാനിപ്പോൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ഇതിൻ്റെ ഇലയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. ഇതിൻ്റെ ഇടക്ക് ഇങ്ങനെ ഓരോന്ന് വെച്ച് ചെയ്യുന്ന പറഞ്ഞേ എല്ലാം ഇങ്ങനെ വെച്ച് ചെയ്യുന്ന കാരണം നമുക്കെല്ലാം അതുപോലെ നോക്കാനുള്ള സമയം കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. ഓക്കെ.